സെവൻത് സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 42 കണക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ കണക്ക്, ചില ചതുരങ്ങളുടെ നീളവും വീതിയും ചുവടെ പറഞ്ഞിരിക്കുന്നു. ഓരോന്നിൻ്റെയും പരപ്പളവ് കണ്ടുപിടിക്കുക. ഒന്നാമത്തെ 3 1/4 സെൻറ്റിമീറ്റർ, 4 1/2 സെൻറ്റിമീറ്റർ. അപ്പോൾ പരപ്പളവ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? നീളം ഗുണിക്കണം വീതിയാണ് പരപ്പളവ്. അപ്പം 3 1/4 ഗുണിക്കണം 4 1/2. 3 1/4 ഗുണിക്കണം 4 1/2. അപ്പോൾ ഇത് എണ്ണൽ സംഖ്യയും ഭിന്നസംഖ്യയും കൂടിയിട്ടുള്ള മിശ്രഭിന്നമാണ്. അപ്പം ഭിന്നം മാറ്റണം ആദ്യം. 3 4 12 1 13. 13/4 ഗുണിക്കണം 4 8 1 9/2. ഇനി 13 ഗുണിക്കണം 9. 13 ഗുണിക്കണം 9 27 2 ബാക്കി 1 9 2 11. 117/4 8. 117/8. 117 എത്ര 8 ഉണ്ട് നോക്കാം. 8 1 8 8. 3 ബാക്കി 37. 4 8 32. 5 ബാക്കി. അപ്പോൾ 8 കൊണ്ട് ഹരിച്ച് 8 എത്രയാണ് ആൻസർ? 14. 14 ബാക്കിയുള്ള എവിടെയാണ്? അംശം. ബാക്കിയുള്ള അംശമായിട്ടാണ് 5/8. 14 5/8. 14 5/8 ചതുരശ്ര സെൻറ്റിമീറ്റർ. സെൻറ്റിമീറ്ററിലാകുമ്പോൾ ആൻസർ ചതുരശ്ര സെൻറ്റിമീറ്ററാണ് പരപ്പളവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 5 1/3 മീറ്റർ, 6 3/4 മീറ്റർ. 5 1/3 മീറ്റർ, 6 3/4 മീറ്റർ. അപ്പം 3 5 15 16/3 ഗുണിക്കണം 6 4 24 3 27/4. 16 ഗുണിക്കണം 27. 16 ഗുണിക്കണം 27. 6 7 42 2. 4 ബാക്കി 1 7 7 4 11. 6 12 2. 1 ബാക്കി 1 2 1 3. 2 3 4 432. 432/3 12. 432 ഹരിക്കണം 12. 432 ഹരിക്കണം 12. 3 12 36. കഴിച്ച് 13 6 പോയാൽ 7 72. 7 ഇറക്കിയിട്ട് 72. 6 12 72. അപ്പം 36. 36 ചതുരശ്ര മീറ്റർ. മീറ്ററിലാണ് നീളവും വീതിയും കൊടുക്കുക. അപ്പോൾ ആൻസർ പരപ്പളവ് 36 ചതുരശ്ര മീറ്റർ. ഇത് ഇങ്ങനെ ഇവിടുന്ന് ഇവിടെ ഗുണിക്കുന്നതിന് ബദൽ നമുക്ക് ഇവിടുന്ന് തന്നെ വെട്ടിച്ചുരുക്കാൻ പറ്റും. 4 1 4 4 ഇവിടെ എഴുതരാം. 16/3 ഗുണിക്കണം 27/4 ആണല്ലോ. അപ്പോൾ 1 4 4 4 4 16. അതേപോലെ ഇങ്ങനെയും 3 ഒരു പ്രാവശ്യം 3 9 27. 27 3 9 പ്രാവശ്യം. അപ്പോൾ 4 9 36. ഇതാണ് വെട്ടിച്ചുരുക്കലാണ് കുറച്ചും കൂടി എളുപ്പം കഴിയുക. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഗുണിച്ചിട്ട് ഇങ്ങനെ ഹരിച്ച് നോക്കണം. രണ്ട് തരത്തിലും ചെയ്യാം. ഇതാണ് കുറച്ചും കൂടി എളുപ്പം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
1 മീറ്റർ 3/4 മീറ്റർ. 1 മീറ്റർ 3/4 മീറ്റർ നീളവും വീതിയും. പരപ്പളവ് രണ്ടും കൂടി ഗുണിക്കണം. 1 3 3 1 4 4/3 ഗുണിക്കണം 3/4 3 4 12 3 12 12/12 എന്ന് പറഞ്ഞാൽ 1 ചതുരശ്ര മീറ്റർ. പരപ്പളവ് 1 ചതുരശ്ര മീറ്റർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വശങ്ങളുടെയെല്ലാം നീളം 1.5 മീറ്ററായ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? സമചതുരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 വശവും തുല്യമായിരിക്കും. അപ്പോൾ ഒരു വശം 1.5 മീറ്റർ എന്നാണ് പറഞ്ഞത്. 1.5 മീറ്റർ. അപ്പം നീളം 1.5 ആണെങ്കിൽ വീതിയും 1.5 തന്നെയായിരിക്കും. അപ്പോൾ 1.5 ഗുണിക്കണം 1.5. 1 2 2 1 3 3/2 ഗുണിക്കണം 1 2 2 1 3 3/2. അപ്പം 3 9 24 8. സോറി 22 4. അപ്പോൾ 9/4. 9/4 എന്ന് പറഞ്ഞാൽ 9ൽ 4 2 പ്രാവശ്യം, ബാക്കി 1 1/4 ചതുരശ്ര മീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 14 മീറ്റർ. അതിൻ്റെ പരപ്പളവ് എത്രയാണ്? ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 14 മീറ്റർ. അതായത് സമചതുരം എന്ന് പറഞ്ഞാൽ 4 വശവും തുല്യമായിരിക്കും. അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 20 ആണെങ്കിൽ ഒരു വശത്തിൻ്റെ കണ്ടുപിടിക്കാൻ 20/4 ചെയ്താൽ മതിയല്ലോ. 20നെ 4 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ പോരെ, 5 കിട്ടും. 5 5 5 5. അപ്പം ചുറ്റളവ് കിട്ടിക്കഴിഞ്ഞാൽ ചുറ്റളവിന് 4 വശമായതുകൊണ്ട് 4 കൊണ്ട് ഹരിച്ചാൽ ഒരു വശത്തിൻ്റെ അളവ് കിട്ടും. ഇവിടെ ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 14 മീറ്റർ എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ ചുറ്റളവ് 20 ആകുമ്പോൾ നമ്മൾ 20/4 ചെയ്ത്. അപ്പോൾ ഇവിടെ 14 എന്ന് പറയുമ്പോൾ 14/4 ചെയ്യണം. 14ൽ 4 പൂർണ്ണമായി പോവല്ല. അതുകൊണ്ട് നമ്മൾ ഒരു വശം 14/4 എന്ന് തന്നെ എടുത്താൽ മതി. അപ്പോൾ 14/4 ഒരു വശമാകുമ്പോൾ സമചതുരാണ്, മറ്റേ വശവും 14/4 ആയിരിക്കും. അപ്പം നീളം ഗുണിക്കണം വീതി 14/4 ഗുണിക്കണം 14/4 എത്രയാണ്? 14 × 14 196ആണ്. 4 4 16. അപ്പം 196 ഹരിക്കണം 16. 196 ഹരിക്കണം 16. 19ൽ ഒരു പ്രാവശ്യം. 16 9 6 പോയാൽ 3 36. 36ൽ 2 പ്രാവശ്യം. 2 16 32 കഴിച്ച് 4 ബാക്കി. അപ്പം എങ്ങനെ എഴുതാം? 12 4 ബാക്കി വരുന്ന അംശമായിട്ട് എഴുതുക. എന്തുകൊണ്ടാണോ ഹരിച്ചത് അത് 16 ആക്കി എഴുതുക. 16 4/16. ഈ 4/16 ഒന്ന് ലഘൂകരിക്കാം. 4 കൊണ്ടൊന്ന് ഹരിച്ചാൽ 4ൽ 4 ഒരു പ്രാവശ്യം, 16ൽ 4 4 പ്രാവശ്യം. അപ്പോൾ 12 1/4 പരപ്പളവല്ലേ ചോദിച്ചത്? 12 1/4 ചതുരശ്ര മീറ്റർ. ഓക്കെ.